ഫുലൈൽ ഇബ്നു ഇയാദ്. ആരാണ് ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു? ആരായിരുന്നു ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു? ഒരുപാട് വ്യഭിചാരം നടത്തിയ, ഒരുപാട് കള്ളുകുടി നടത്തിയ, ഒരുപാട് ആഭാസങ്ങൾ നടത്തിയ വ്യക്തിയായിരുന്നു ഫുലൈൽ ഇബ്നു ഇയാദ്. കൊള്ളക്കാരുടെ തലവനായിരുന്നു ഫുലൈൽ ഇബ്നു ഇയാദ്. വഴിയിലൂടെ കച്ചവട സംഘം പോകുമ്പോ ആ കച്ചവടത്തെ തടഞ്ഞു നിർത്തിയിട്ട് അവരെ സാധന സാമഗ്രികൾ കവർച്ച നടത്തുന്ന തൊഴിലായിരുന്നു ഫുലൈൽ ഇബ്നു ഇയാദ്. കള്ളുകുടിച്ച് ബോധമില്ലാതെ ലഹരിയിൽ ആണ്ട് പൂണ്ട് കിടത്തിരുന്ന തന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് ഫുലൈൽ ഇബ്നു ഇയാദ് ഓർക്കുകയാണ്. ഒരു ദിവസം ഫുലൈൽ ഇബ്നു ഇയാദിന് ഒരു സുന്ദരിയായ പെണ്ണിനെ കാണാൻ കഴിഞ്ഞു. ആ പെണ്ണുമായി രമിച്ചെല്ലാറ്, ആ പെണ്ണുമായി സുഖിച്ചെല്ലാറ്, ആ പെണ്ണുമായി ശരീരം പങ്കിട്ടെല്ലാറ് ഇനി തന്റെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോലെന്ന് തിരിച്ചറിഞ്ഞ ഫുലൈൽ ഇബ്നു ഇയാദ് ആ മാദകപ്പിടമ്പിന്റെ പിന്നാലെ കടന്നു ചെല്ലുകയാണ്. ആ സുന്ദരിയായ പെണ്ണ് കടന്നുപോയ വീട്ടിന്റെ അകത്ത് ഫുലൈൽ ഇബ്നു ഇയാദ് കടന്നു ചെല്ലുകയാണ്. വ്യഭിചാരത്തിന് വേണ്ടി ആ പെണ്ണിനെ നിർബന്ധിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും നടത്തി ആ പെണ്ണിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ വീടിന്റെ ഉമ്മറത്തിരുന്നു കൊണ്ടരാ വയോവൃദ്ധനായ ഒരു മനുഷ്യനരാ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഖുർആൻ മ്യൂസിക്കിന്റെ സൗന്ദര്യത്തിലേക്ക് മനുഷ്യന്റെ മനസ്സ് മയങ്ങിപ്പോയപ്പോൾ നാം അറിയാതെ അടക്കി വെച്ചു പോയ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ ഒരു വയോവൃദ്ധനായ മനുഷ്യനങ്ങോട്ട് പാരായണം ചെയ്യുകയാണ്. അലം യഇനിൽ ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്